ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മോഹൻലാൽ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തെ അഭിനയിച്ചു. സത്യത്തിൽ ഭയങ്കര ബോറല്ലേ അത്? അയാൾക്ക് ഇണങ്ങുന്നുണ്ടോ അത്? അയാൾക്ക് ചുമ്മാ ഒന്നാമത്തെ കാര്യം, അയാൾക്കൊരു ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സബ്മിസീവായിട്ടുള്ള ലുക്ക്, ഒരു ആ ഒരു വേഷം ഇണങ്ങുന്നതില്ല. ഭയങ്കര ബോറായിപ്പോയി അത്. ഇപ്പോൾ BTS കാണിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇണങ്ങും. കിങ് ടേങ് എന്നറിയപ്പെടുന്ന BTS എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇണങ്ങും. കാരണം അയാൾക്ക് ഒരു ഹോട്ട്നെസ് ഉണ്ട്, അയാൾക്ക് സെക്സ് അപ്പീൽ ഭയങ്കരമാണ്. അയാൾക്ക് ആഭരണങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഇണങ്ങും. അത് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇണങ്ങും. അവർക്കൊന്നും ഇണങ്ങത്തില്ല. കാരണം BTS എന്ന് പറഞ്ഞാൽ അയാൾ ഹോട്ട് സ്റ്റാറാണ്, ഭയങ്കര പവറാണ് അയാൾക്കെന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സെക്സ് അപ്പീൽ, ഭയങ്കര ഒരു സറ്റിയാറിസിസ് പോലെ ആണോ എന്നൊക്കെ നമുക്കങ്ങ് തോന്നും അല്ലേ? അത്രയ്ക്ക് ഒരു ഭയങ്കര പവർ. അയാൾ ആഭരണങ്ങൾ ധരിക്കുന്നത് പറഞ്ഞാൽ അയാൾക്ക് ഇണങ്ങും. ഒരു തരം കാമം കൊണ്ടുള്ള ഒരു പെണ്ണത്തെ ഒരു സ്ത്രൈണഭാവം പോലൊക്കെയാണ് ഈ BTS എന്ന് പറഞ്ഞാൽ. അതിൽ അയാൾ വലിയ ഒരു ഓമനത്തുള്ള ആളൊന്നുമല്ല BTS. പക്ഷേ അയാൾ ഭയങ്കര ഹോട്ടാണ്. പ്രത്യേകിച്ച് അയാൾക്ക് ആഭരണങ്ങളെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ അയാൾ ഹോട്ടാകും, ഭയങ്കര പവർഫുൾ അയാൾ. അത് മോഹൻലാൽ ഇട്ട് കഴിഞ്ഞാൽ ഇണങ്ങും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്. മോഹൻലാലിന് ഇണങ്ങത്തില്ല. പക്ഷേ പിന്നെ എന്തിനാണ് മോഹൻലാൽ ഇത് കാണിക്കാൻ നടക്കുന്നത്? BTS എന്ന് പറഞ്ഞാൽ അയാൾ ലോകത്ത് കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു ഹോട്ട് സ്റ്റാറാണ്. മനസ്സിലായി? അയാളുടെ കണ്ണുകളെന്ന് പറഞ്ഞാൽ ബെഡ്റൂം ഐസാണ്, ബെഡ്റൂം ഫേസാണ് അയാൾക്ക് അത്ര ഒരു ഹോട്ട്നെസ് ഉള്ള ലുക്കാണ്. ഭയങ്കരമായ ഒരു സെക്സ് അപ്പീൽ, ഭയങ്കര സെക്സിയാണ് അയാളെന്ന് പറയുന്നത്. അത് മോഹൻലാലിന് ഇണങ്ങത്തില്ല, അല്ല മമ്മൂട്ടിക്ക് ഇണങ്ങത്തില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കൊന്നും ഇണങ്ങത്തില്ല. ഇന്ത്യയിലുള്ള ഹൃതിക് റോഷൻ ഇണങ്ങത്തില്ല. ഇന്ത്യയിലുള്ള ഒരു നടനും ഇണങ്ങത്തില്ല. പക്ഷേ അയാൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്ര ഒരു ഫിഗറുണ്ട്. ഒരു പക്ഷേ BTS മോഡലിംഗ് വസ്ത്രങ്ങളൊന്നും എല്ലാ വസ്ത്രങ്ങളും ഇണങ്ങത്തില്ലായിരിക്കും. അയാൾ അത്ര ക്യൂട്ടായിട്ടുള്ള ഒരാളും ആയിരിക്കത്തില്ല. പക്ഷേ അയാൾ ഭയങ്കര സെക്സിയാണ്, ഹോട്ടാണ്. അതാണ് അയാളുടെ പ്രത്യേകത. താങ്ക് യു ഫോർ വാച്ചിങ്.